ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചതിന് പിന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ടില്ലെന്ന പ്രധാനമന്ത്രി മോദിയുടെ അവകാശവാദം പൊളിഞ്ഞു വീണിരിക്കുകയാണ്. എത്ര മൂടി വെച്ചാലും സത്യം പുറത്തു വരുമെന്ന ആപ്തവാക്യം ഇവിടെ സത്യമായിരിക്കുന്നു. ഞങ്ങളുമായി പങ്കുകച്ചവടം വേണം എന്നുണ്ട് എങ്കിൽ പാകിസ്ഥാനുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടണം. ഈ രീതിയിൽ ഒരു ഭീഷണി അമേരിക്കൻ പ്രസിഡന്റിൽ നിന്ന് വന്നു എന്നും ഇതോടെ സിന്ദൂർ അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം മോദി സൈനികർക്ക് നൽകി എന്നുമാണ് പല കോണുകളിൽ നിന്നും ആക്ഷേപിച്ചത്. ഇത് നിഷേധിച്ച് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളും പ്രധാനമന്ത്രി മോദിയും വരെ രംഗത്ത് വന്നു. ഇന്ത്യ സ്വയം എടുത്ത തീരുമാനമാണ് എന്നും ഇതിൽ അമേരിക്കയ്ക്കോ മറ്റു രാജ്യങ്ങൾക്കോ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടില്ല എന്നുമാണ് മോദി ആവർത്തിച്ചു പറഞ്ഞത്. എന്നാൽ അതിന് പിന്നാലെ അമേരിക്കയുമായി ഒരു വ്യാപാര കരാർ ഇന്ത്യ ഒപ്പിടാൻ പോവുകയാണ് എന്നും അത് വേണമെങ്കിൽ പാകിസ്ഥാനുമായുള്ള അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും താൻ പറഞ്ഞു എന്ന് അവകാശപ്പെട്ട് ട്രംപ് രംഗത്ത് വരികയായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം ശരിയോ തെറ്റോ എന്ന് ഔദ്യോഗികമായി ഇതുവരെ വിശദീകരിക്കപ്പെട്ടിട്ടുമില്ല. എന്ന് മാത്രവുമല്ല, വ്യാപാര കരാറുമായി ബന്ധപ്പെടുത്തിയാണ് വെടിനിർത്തലിന് ഇന്ത്യ സന്നദ്ധമായതെന്ന് ട്രംപ് കടത്തിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. കാശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ലെന്ന നിലപാടാണ് തങ്ങൾക്കുമെന്ന് ആവർത്തിക്കുന്ന പ്രധാനമന്ത്രി ട്രംപിന്റെ അവകാശവാദത്തിനെതിരെ എന്തെങ്കിലും പറയുന്നതിന് ഇതുവരെ തയ്യാറായിട്ടില്ല. 7 തവണ ഒരേ കാര്യം ട്രംപ് ആവർത്തിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപുമായി ഫോണിൽ സംസാരിച്ചു എന്നും അങ്ങനെ ഇടപെട്ടിട്ടില്ലെന്ന് സമ്മതിച്ചതായും ഉന്നത ഉദ്യോഗസ്ഥനെ കൊണ്ട് പറയിപ്പിക്കുക മാത്രമാണ് ഉണ്ടായത്. അതിനുശേഷവും ട്രംപ് അതേ കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാകട്ടെ ട്രംപിന്റെ അവകാശവാദമായിരുന്നു ശരിയെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് US ഇന്ത്യയുമായി വലിയ തോതിലുള്ള വ്യാപാര കരാറിൽ ഏർപ്പെടാൻ പോകുന്നു എന്ന വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുകയാണ്. ചൊവ്വാഴ്ചയും ഇത് സംബന്ധിച്ച പ്രതികരണം വൈറ്റ് ഹൗസിൽ നിന്നുണ്ടായി. ഈ വ്യാപാര കരാർ വസ്തുതാപരമാണെന്ന് കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മല സീതാരാമന്റേതായി വന്ന പ്രതികരണത്തിൽ നിന്നും ട്രംപ് പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കാം. ഇന്ത്യ ഏർപ്പെടുന്ന വ്യാപാര കരാറിന്റെ വിവരങ്ങൾ വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഈ രാജ്യത്ത് 142 കോടിയിലധികം വരുന്ന പൗരന്മാരാണ് നാണക്കേടിലായിരിക്കുന്നത്. ലോകം ചുറ്റി പാക് ഭീകരതയുടെ കാഠിന്യം ബോധ്യപ്പെടുത്തിയതിനു ശേഷമായിരുന്നു ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ സംയുക്ത പ്രസ്താവന പുറത്തു വന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെയും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാടിനെയും കുറിച്ച് ഇവിടെ ഒരു പരാമർശവും നടത്തിയിരുന്നില്ല. BJP അവകാശപ്പെടുന്നത് പോലെ ഇന്ത്യയുടെ ആഗോള നിലപാടുകൾക്ക് അത്രമേൽ അംഗീകാരം ലഭിക്കുന്നില്ലെന്നതിന്റെ ഉദാഹരണമാണിത്. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ പുറപ്പെടുവിച്ച മറ്റൊരു പ്രസ്താവനയിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നതും മറ്റൊരു ഉദാഹരണമാണ്. അമേരിക്ക പറഞ്ഞതിന്റെ അപ്പുറം പോകാൻ മോദി മടിക്കുകയാണ്. ട്രംപിന്റെ വലതുവശത്താണ് എന്നും റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ മടിയിലാണ് എന്നുമൊക്കെയുള്ള മോദി ഭക്തരുടെ അവകാശവാദങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുകയാണ്. ഇതോടെ ആഗോളതലത്തിൽ രാജ്യമാകെ നാണം കെടുകയും അവഗണിക്കപ്പെടുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ പിന്തുടർന്നു പോന്ന വിദേശ നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായിരുന്നത്. ഒരു വിദേശ കരാറിന് വേണ്ടി പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരോടുള്ള പ്രതിബദ്ധത മറന്ന ഇന്ത്യൻ ഭരണകൂടം കണക്ക് പറയുന്ന നാളുകൾ വിദൂരമല്ലെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.